റേഷൻ ഈ സാധാരണ മനുഷ്യന്മാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റേഷൻ കടകളിൽ നിന്ന് ധാന്യങ്ങൾ തിരിച്ചെടുക്കുമെന്ന് ഇന്നലെ തന്നെ മന്ത്രി GR അനിൽ പറഞ്ഞിരുന്നു. വ്യാപാരികൾ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന നിലപാടിലാണ് ധനവകുപ്പുമുള്ളത്. മന്ത്രി KN ബാലഗോപാലും അങ്ങനെ തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇന്ന് റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി ഇങ്ങനെയൊരു സമരത്തിലേക്ക് കടക്കുന്നത്. അതും അനിശ്ചിതകാല പണിമുടക്കാണ്. സാധാരണക്കാരുടെ ജീവിതത്തെ വളരെയേറെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ സമരത്തിലുള്ളത്. അവരും ഈ ശമ്പളം വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിലാണ് അവരുള്ളത്. അതേസമയം ശമ്പളം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരു തരത്തിലും ഇപ്പോൾ ഇല്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട്. സമരം പ്രഖ്യാപിച്ച റേഷൻ വ്യാപാരികൾക്ക് നേരത്തെ തന്നെ ഭക്ഷ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ ശമ്പളം വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോവാനാവില്ലെന്ന് വ്യാപാരികൾ നിലപാടെടുക്കുമ്പോൾ അങ്ങനെ ഒരു ശമ്പള വർധനയുടെ ഒരു സാഹചര്യവും ഇപ്പോഴില്ലെന്നാണ് ഭക്ഷ്യവകുപ്പ്. ഈ ഒരു തർക്കം എങ്ങനെ പരിഹരിക്കും? സാധാരണക്കാരുടെ ആശ്രയം എന്ന നിലയ്ക്ക് ഇതെങ്ങനെ പുനഃസ്ഥാപിക്കും? ഈ സമരം ജനങ്ങളെ എങ്ങനെ ബാധിക്കും? നോക്കാം. നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ കടകൾ തുറക്കുന്നതനുസരിച്ച് ഇന്നിപ്പോൾ കേരളത്തിലെ ഏത് റേഷൻ ഷോപ്പിൽ നിന്നും ഏതൊരു കുടുംബത്തിനും ഭക്ഷ്യധാന്യം വാങ്ങിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാ കടകളും തുറന്നില്ലെങ്കിലും ഭക്ഷ്യ വിതരണത്തിന് തടസ്സമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പ്രശ്നമായതുകൊണ്ട് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം നിഷേധിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചില്ല എങ്കിൽ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് പോകും. അവരുടെ ആവശ്യങ്ങൾ എത്രത്തോളം ന്യായമാണെന്ന് സർക്കാർ കരുതുന്നു? അവരുടെ ആവശ്യങ്ങൾ ന്യായമായതെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. വേതന പരിഷ്കരണ വിഷയമല്ലാതെ ഏത് വിഷയമാണ് ഇനി അവരുമായി ചർച്ച ചെയ്യാനുണ്ടെന്ന് അവർ പറയട്ടെ. കഴിഞ്ഞ 2 മാസക്കാലം തുടർച്ചയായിട്ട് എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് ഒന്നൊന്നായി പരിഹരിച്ച് ആ പരിഹാര നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് പരിഗണനയിലേക്ക് കൊടുത്തിരിക്കുകയല്ലേ. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് അവരാവശ്യപ്പെട്ട പ്രശ്നങ്ങളല്ലേ ചർച്ച ചെയ്തത്. എന്നാൽ വേതന പരിഷ്കരണം മാത്രമാണ് ഇപ്പോൾ നമുക്ക് പരിഗണിക്കാൻ കഴിയാത്തത്. അതിനെക്കുറിച്ചുള്ള ചർച്ചയാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വാതിൽ തുറന്നു കിടക്കുകയാണ്. ഏത് നിമിഷവും അവർക്ക് അവരുടെ ആവശ്യങ്ങളുമായി കടന്നുവരാം. അതിന് അനുകൂലമായ നിലപാടും അനുഭാവപൂർണമായ നിലപാടുമാണ് ഗവൺമെന്റ് എപ്പോഴും സ്വീകരിക്കുന്നത്, ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയാണോ വേതന പരിഷ്കരണത്തിലേക്ക് പോകാൻ കഴിയാത്തൊരു? അത് എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയാമല്ലോ. ഒരു പുതിയ ആനുകൂല്യം നൽകാൻ, സാമ്പത്തിക ബാധ്യതയുള്ള ഒരു പുതിയ ആനുകൂല്യം നൽകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല. അതുകൊണ്ടാണ് ഈ സർക്കാരിന്റെ ഈ പണിമുടക്ക് പിന്മാറണമെന്ന ആവശ്യമൊക്കെ തള്ളിയ ഒരു സമരത്തെ പോവുകയാണ്. കടുത്ത നടപടിയിലേക്ക് സർക്കാർ നീങ്ങും. കാരണം സർക്കാരാണ് തുടർച്ചയായിട്ട് അവർ സമരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കും. അതിൽ യാതൊരു മാറ്റവും നിയമപരമായി തന്നെ അത് ഗവൺമെന്റ് ഏൽപ്പിച്ച സ്ഥാപനങ്ങൾ ഗവൺമെന്റ് തിരിച്ചെടുക്കും. വേറെ ആളുകളെ ഏൽപ്പിക്കേണ്ടി വരും. ലൈസൻസ് ഉൾപ്പെടെ പറയാം. അല്ല, അത് ഗവൺമെന്റ് ഏൽപ്പിച്ച സ്ഥാപനം നടത്താൻ കഴിയില്ലെങ്കിൽ വേറെ ആളുകളെ ഏൽപ്പിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം നിഷേധിക്കാൻ പാടില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടിയാണ് ലൈസൻസുകൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് സഹകരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് മറ്റ് ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരാണോ മുന്നോട്ട് വരുന്നത് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാൻ അവരെ ഏൽപ്പിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അതാണ് മന്ത്രിയുടെ നിലപാട്. അവരുടെ ആവശ്യങ്ങൾ ബാക്കിയെല്ലാം പരിഗണിച്ചു. വേതന പരിഷ്കരണം മാത്രമാണ് ഇനി പരിഹരിക്കാനുള്ളത്. അതുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഇപ്പോഴും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. ചർച്ചയ്ക്ക് വ്യാപാരികൾ തയ്യാറാകണം. ഈ പണിമുടക്കിന് പകരം അതും സർക്കാരിന്റെ ഈ ആവശ്യം ലംഘിച്ച് സമരരംഗത്തേക്ക് പോയാൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഭക്ഷ്യമന്ത്രി GR നൽകുന്നത്. അരുൺ, ഇതിപ്പോ സംസ്ഥാന വ്യാപകമായുള്ള ഒരു സമരം, സാധാരണക്കാരെ ഏറ്റവും നേരിട്ട് ബാധിക്കുന്ന ഒരു സമരമാണ്. സർക്കാർ ഇങ്ങനെ ഒരു കർശന നിലപാടിൽ തുടർന്നാൽ അത് ജനങ്ങളെ എത്രത്തോളം ബാധിക്കും? ജനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഭക്ഷ്യവകുപ്പ് നേരിട്ട് നടത്തുന്ന കടകളുണ്ട്. അതുവഴി സാധനങ്ങൾ വിതരണം ചെയ്യാൻ നേരത്തെ ഉള്ളതുപോലെ ഏതെങ്കിലും റേഷൻ കടകളിൽ പേരുണ്ടെങ്കിൽ അവിടെ നിന്ന് മാത്രമേ റേഷൻ വാങ്ങാൻ കഴിയൂ എന്നൊരു അവസ്ഥ ഇപ്പോഴില്ല. ഏത് കടയിൽ നിന്നും വാങ്ങാം. അങ്ങനെ തുറന്നിരിക്കുന്ന കടകളിലേക്ക് ജനങ്ങൾക്ക് വരാം. മാത്രമല്ല, ചില വ്യാപാരികളെങ്കിലും ഈ സമരക്കാർക്കൊപ്പം നിൽക്കില്ല. സമരാഹ്വാനം തള്ളിക്കൊണ്ട് സർക്കാർ പറഞ്ഞാൽ കേൾക്കുമെന്നൊരു പ്രതീക്ഷ കൂടി മന്ത്രി പങ്കുവച്ചു.
പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയും നടന്നില്ല, പൂർണ്ണമായും ഈ റേഷൻ മേഖല സ്തംഭിക്കുകയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് ഈ ലൈസൻസ് റദ്ദാക്കുകയും അതുപോലെ തന്നെ ഈ പോസ്റ്റ് മെഷീൻ അടക്കം സർക്കാർ നൽകിയതാണ്. അത്തരം മെഷീനുകൾ തിരിച്ചെടുത്ത് മറ്റുള്ള ആളുകളെ കൊണ്ട് ഈ വ്യാപാരം നടത്താൻ തയ്യാറായ ആളുകളെ കൊണ്ട് അതിന് ചെയ്യിക്കും എന്ന കാര്യമൊക്കെയാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇന്ന് സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലെങ്കിലും സമരം രംഗത്ത് വ്യാപാരികൾ പിന്മാറും, അല്ലെങ്കിൽ ഒരു വിഭാഗമെങ്കിലും പിന്മാറുന്ന പ്രതീക്ഷയാണ് സർക്കാരിന്റെ ഭാഗത്തുള്ളത്. ഇല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്നാണ് മന്ത്രി GR അനിലിന്റെ ഭക്ഷ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ശ്രീജ, അരുണാണ് വിവരങ്ങൾ നൽകിയത്.